എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു മാസമായി കുക്കിംഗ് പരമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ഇടുന്നത്. അന്നേരം ഇന്ന് നമുക്ക് പാചകം വേണ്ട, ഇന്ന് വാചകമായിട്ട് ആകാമെന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ഞാൻ ആരാണ് എന്താണെന്നൊന്നും ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടില്ല. അന്നേരം എൻ്റെ പേര് ജ്യോതി പ്രദീപ് എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് തിരുവമ്മണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഹോട്ടലും ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മ അത് നിർത്തി. പിന്നെ ഇപ്പോൾ അത് സഹോദരനാണ് നടത്തുന്നത്. പിന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആണെങ്കിൽ കുക്കിംഗ് പരമായിട്ടൊന്നും അന്ന് എനിക്ക് അന്നേരം ഈ ഇവിടങ്ങളിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാനിത് എന്തെങ്കിലും പാചകമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സഹായിച്ചൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പം എല്ലാവരും പറയും എന്ത് സ്വാദാവും, ഒന്ന് കാറ്ററിങ് തുടങ്ങി. ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ പറയും ജ്യോതി നീ ഒരു കാറ്ററിങ് തുടങ്ങുമെന്ന് പറയും. അതിനെന്നെ ഇവിടെ അനുവദിക്കത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും അങ്ങ് ഇറങ്ങിത്തിരിച്ചില്ല. പിന്നെ ഒരു വീഡിയോയ്ക്കോ ഒരു ഫോട്ടോയ്ക്കോ പോലോ ഞാൻ നിൽക്കാത്ത ഞാൻ ഇന്നിങ്ങനെ എത്തിയെങ്കിൽ അതിന് എൻ്റെ മക്കൾ എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യണം, ഇത്രയും വർഷം അമ്മയ്ക്കായിട്ട് ജീവിച്ചിട്ടില്ല അമ്മ. കാരണം എന്ന് വെച്ചാൽ അമ്മ എന്ത് പോലും അമ്മ ചെയ്യത്തില്ല, അമ്മ എല്ലാം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞായിരുന്നു. ഇനിയെങ്കിലും അമ്മ ഇറങ്ങിത്തിരിക്കണം, അമ്മ ഒരു യൂട്യൂബ് ചാനൽ ഇട്, എന്നിട്ട് അതിനകത്ത് അമ്മയുടേതായ പാചകങ്ങളൊക്കെ ചെയ്യേ എന്നൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെനിക്ക് സപ്പോർട്ട് തന്നു. പിന്നെ ഞാനും ചിന്തിച്ചു, ശരിയാണ്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ജീവിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചു. അന്നേരം എനിക്കിപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ എന്നും പാചകത്തിനെക്കുറിച്ചുള്ള ഇതായിരിക്കും ഇവിടുന്ന്. മോഡേൺ പാചക രീതിയൊന്നും ആയിരിക്കത്തില്ല. പിന്നെ അതും ഞാൻ പരീക്ഷിക്കും. ഞാൻ അതിനെക്കുറിച്ച് പരീക്ഷണമൊക്കെ നടത്തി അത് ഇടും. പിന്നെ തനതായ പഴയ രുചിയിലുള്ള ആഹാരങ്ങളായിരിക്കും ഞാൻ ഇടുന്നത്. പിന്നെ എല്ലാവരും അതിനൊരു സപ്പോർട്ട് എനിക്ക് എൻ്റെ ചാനലിൽ കണ്ട് നിങ്ങളെല്ലാവരും എനിക്കൊരു സപ്പോർട്ടും തരണം. ഞാനിത് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ കണ്ട് എനിക്കൊരു സപ്പോർട്ട് തരണം. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാറ്ററിംഗ് തുടങ്ങണമെന്ന വലിയ ആഗ്രഹമുണ്ട്. അത് ഞാൻ അന്ന് നടക്കാതെ പോയത് എനിക്കിനി അത് കൊണ്ടുപോകണമെന്നുണ്ട്. അന്നേരം ഈ മാന്നാർ ചുറ്റളവ് എല്ലാവർക്കും എന്നെ ഇത് നടത്താം. എനിക്ക് ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അതിൻ്റെ നമ്പരും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മളിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ്, ഞാൻ 50 വയസ്സെന്ന് എപ്പോഴും പറയുന്നത്, 50 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ആരായാലും നമ്മൾ ഒതുങ്ങിക്കൂടരുത്. നമുക്ക് നമ്മുടേതായ ഫാഷൻ കണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മൾ എന്തുമാത്രം വൈതരണികൾ കടന്നാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർ നമ്മളെക്കാളും ഒത്തിരി ഡെവലപ്മെൻ്റുള്ള കുട്ടികളാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ നമ്മൾ ഈ 50കളായ സ്ത്രീകൾ, നമുക്ക് കാര്യങ്ങൾ അറിയാതായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഇതിനായിട്ടുള്ള ഇറങ്ങിത്തിരിച്ച് അത് നേടണം. ഞാൻ പറയുന്നത് അങ്ങനെ, എല്ലാവരും അതിനായിട്ട് ഇറങ്ങിത്തിരിച്ച് നമ്മുടേതായ കാര്യങ്ങൾ കണ്ടെത്തണം. പിന്നെ എല്ലാവരും ജ്യോതിയമ്മാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്. പിന്നെ എൻ്റേതായ കാര്യങ്ങളുമൊക്കെ എൻ്റെ ജീവിതവും ഞാൻ അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ ഞാൻ നല്ലതായാലും ചീത്തയായാലും ഇനിയുള്ളതായാലും എന്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തിരിക്കും. കാരണം ഞാൻ ഒത്തിരി വൈതരണികൾ താണ്ടിയാണ് ഇവിടെ വരെ എത്തിയത്. ഞാനതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കും. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.